വയനാട് പെരിക്കല്ലൂർ മരക്കടവിൽ കബനിയുടെ തീരത്ത് കൂട്ടത്തല്ല്. ഒരാൾക്ക് പരിക്കേറ്റു. പുഴയുടെ മറുകരയായ കർണാടക ബൈരക്കുപ്പയിൽ നിന്ന് മദ്യപിച്ചെത്തിയ സംഘമാണ് ഏറ്റുമുട്ടിയത്. സുർജിത്ത് അയ്യപ്പത്ത് വിവരങ്ങളുമായി ചേരുന്നുണ്ട് വയനാട്ടിൽ നിന്ന്. സുർജിത്ത്, അതിൻ്റെ ആ കൂട്ടത്തല്ലിൻ്റെ ദൃശ്യങ്ങളടക്കം ഇപ്പോൾ പുറത്തു വരുന്നു. ലഭ്യമാകുന്ന വിവരങ്ങൾ എന്താണ് സുർജിത്ത്? ഈ മേഖലയിൽ ലഹരി സംഘങ്ങൾ വ്യാപകമാണ് റിജിത്ത്. പ്രത്യേകിച്ച് ആ പ്രദേശം കബനിയുടെ മറുകര എന്ന് പറയുന്നത് ബൈരക്കുപ്പ മേഖലയാണ്. ബൈരക്കുപ്പ എന്ന് പറയുന്നത് കർണാടകയുടെ പരിധിയിലുള്ള മേഖലയാണ്. അവിടെ നിന്ന് മദ്യം ചുരുങ്ങിയ അളവിൽ സുലഭമായി ലഭിക്കുന്ന ഒരു സ്ഥിതിയുണ്ട്. പ്രത്യേകിച്ച് പാക്കറ്റ് മദ്യം എല്ലാം തന്നെ ലഭിക്കും. എന്തായാലും ഇങ്ങനെ എത്തിയ ഒരു സംഘം മറുസംഘത്തെ ആക്രമിക്കുന്നതാണ് ഈ ദൃശ്യത്തിൽ കാണാൻ കഴിയുന്നത്. 6:30 കൂടിയാണ് ഇത്തരത്തിലൊരു കൂട്ടത്തല്ല് ഈ മേഖലയിൽ ഉണ്ടായത്. അതായത് കബനി പ്രദേശമാണിത്. കബനി ഒഴുകുന്ന പ്രദേശമാണ്. കബനിയുടെ ആ മേഖലയിൽ മറുകര കർണാടകയാണ്, ഇപ്പുറം കേരളമാണ്. അതായത് മുള്ളംകൊല്ലി പഞ്ചായത്തിന്റെ പരിധിയിൽ വരുന്ന പ്രദേശമാണിത്. എന്തായാലും അവിടെയാണ് ഇങ്ങനെ ഒരു കൂട്ടത്തല്ല് ഉണ്ടായിരിക്കുന്നത്. കൂട്ടത്തല്ലിന്റെ ദൃശ്യങ്ങളാണ് നമുക്ക് ലഭ്യമായത്. പരസ്പരം അസഭ്യം വിളിച്ചും മറ്റും അങ്ങോട്ടും ഇങ്ങോട്ടും അടിക്കുന്ന ഒരു കാഴ്ചയാണ്. ഒരാൾക്ക് പരിക്കേറ്റിട്ടുണ്ട്. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പോലീസ് ശേഖരിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ആ ദൃശ്യങ്ങൾ വലിയ രീതിയിൽ പ്രചരിക്കുന്നുണ്ട്. ആരൊക്കെ എന്നുള്ളത് വ്യക്തമാണ്. പ്രദേശത്ത് അവിടെ ആ മേഖലയിലുള്ള ആളുകൾ തന്നെയാണെന്നുള്ള തരത്തിൽ സൂചനകൾ ലഭ്യമാവുന്നുണ്ട്. എന്തായാലും പോലീസ് ഈ ദൃശ്യങ്ങൾ സഹിതം ഒരു പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയുണ്ട്. ലഹരി സംഘങ്ങൾ മദ്യപിച്ച ശേഷം പരസ്പരം ആക്രമിക്കുന്ന നിലയിലേക്ക് സംഘങ്ങൾ എത്തി എന്നുള്ളതാണ് ദൃശ്യങ്ങൾ വ്യക്തമാവുന്നത്. ശരി, സുർജിത്ത് അയ്യപ്പത്ത് വയനാട്ടിൽ നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു.